എല്ലാവർക്കും ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രണവ് എന്നാണ്. ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചിലർക്കെങ്കിലും സ്പോർട്സ് എന്ന് പറയുന്ന ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ആ ഏരിയ ആണ് നമുക്ക് മെയിനായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. സ്പോർട്സ് എന്ന് പറയുന്നത് ഭയങ്കര മേജറായിട്ട് വളരെ വലിയൊരു ടോപ്പിക്കാണ്. നമുക്കൊരു ക്ലാസ്സിലൊന്നും പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മേജറായിട്ട് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതായത് ഒരു സ്പോർട്സ് എന്തൊക്കെയാണ് മേജറായിട്ടുള്ള സ്പോർട്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഈവൻറ്റ്സ് ഏതൊക്കെയാണ്, അതൊക്കെ ആയിരിക്കും ഈ ക്ലാസ്സിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത്. സ്പോർട്സ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്കുണ്ട്. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഏരിയ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഈ ഒരു ക്ലാസ്സിൽ മെയിനായിട്ട് പറയത്തില്ല. കാരണം അത് നിങ്ങൾക്ക് കൂടുതലും കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പൊ ഹോക്കി പോലുള്ള സ്പോർട്സ് ആയാലും ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടൊക്കെ കറണ്ട് അഫയേഴ്സിൽ ധാരാളം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം വരാം. ഇപ്പം ക്രിക്കറ്റിൽ തന്നെ എന്ത് ചെയ്യാം, 4000 റൺസ് തികച്ച ആദ്യ വനിതാ ക്രിക്കറ്റർ ഏത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ചോദിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എന്ത് ചെയ്യും പഠിക്കും. കറണ്ട് അഫയേഴ്സിൻ്റെ അകത്ത് സ്പോർട്സ് റിലേറ്റഡ് കാര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും നോക്കുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ മേജറായിട്ട് നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള സ്പോർട്സ് ഈവൻറ്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നോക്കാൻ പോകും. അപ്പോൾ സ്പോർട്സ് എല്ലാവർക്കും സ്പോർട്സിനെ പറ്റിയിട്ട് എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലേ. ഇപ്പം ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും ഒക്കെ നിങ്ങൾ ഡെയിലി വാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ചിലരൊക്കെ അത് എന്ത് ചെയ്യും ഫോളോ ചെയ്തു വരുന്നവരായിരിക്കും. ഏതെങ്കിലും ഒരു സ്പോർട്സ് ഈവൻറ്റിലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, പങ്കെടുത്തിട്ടുണ്ടായിരിക്കാം. മേജറായിട്ട് സ്പോർട്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ് ഈ ഒരു ഒളിമ്പിക്സ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒളിമ്പിക്സ് ഗെയിം എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ എന്താണ് സ്പോർട്സ് ഈവൻ്റ് ആണ്. ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്പോർട്സുകൾ ഈ ഒരു ഒളിമ്പിക്സ് ഗെയിമിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഈ ഒളിമ്പിക്സ് ഗെയിം നടക്കുന്നത് 2 ഈവൻ്റ് ആയിട്ടാണ്. സമ്മർ ഒളിമ്പിക്സും അതുപോലെ തന്നെ വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്ന 2 രീതിയിലാണ്, 2 ടൈമിലായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് നടക്കുന്നത്. 1896 സമ്മർ ഒളിമ്പിക്സോട് കൂടിയാണ് ഈ ഒരു ഒളിമ്പിക്സിന്റെ എന്ത് ചെയ്തത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വെക്കുക. ഒളിമ്പിക്സിന്റെ ആ ഒരു സമ്മർ ഒളിമ്പിക്സിന്റെ സക്സസോട് കൂടിയാണ് എന്ത് ചെയ്തത് വിന്റർ ഒളിമ്പിക്സ് എന്ത് ചെയ്തത് ക്രിയേറ്റ് ചെയ്തത്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. 2 ആയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നിരിക്കുന്നത് നടക്കുന്നത്, സമ്മർ ആൻഡ് വിന്റർ ഒളിമ്പിക്സ്. അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക. ഈ ബാരൻ പിയർ ഡി കുബേർട്ടിൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇയാളാണ് ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി എന്ത് ചെയ്തത് കൊണ്ടുവന്നത്. അപ്പൊ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഇത് 1894 1894 ബാരൻ പിയർ ഡി കുബേർട്ടിൻ എന്ന് പറയുന്ന ആളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് എന്ത് ചെയ്യാം നോക്കി വെക്കാം. ഈ ഒരു ഒളിമ്പിക്സ് നടക്കുന്നത്, ആ ഒരു ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഒറിജിനേറ്റ് ചെയ്തത് സിറ്റി ഓഫ് ഒളിമ്പിയ എന്ന് പറയുന്ന ഏൻഷ്യന്റ് സിറ്റി, ഗ്രീസിലെ ഒരു ഏൻഷ്യന്റ് സിറ്റിയിലാണ്. ഈ സിറ്റി ഓഫ് ഒളിമ്പിയ എന്ന് പറയുന്നിടത്ത് വെച്ചിട്ടാണ് ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്ന ഗെയിം ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ 60th എഡിഷനിലാണ് ഇന്ത്യ എന്ത് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് പങ്കെടുത്തത്. 1920 ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത്. അത് ബെൽജിയം ഒളിമ്പിക്സ് ആയിരുന്നു എന്നുള്ള കാര്യവും നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഒളിമ്പിക്സിന്റെ അകത്ത് 5 റിങ്ങുകൾ അടങ്ങുന്ന 5 റിങ്ങുകൾ, ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിനകത്ത് 5 റിങ് അടങ്ങുന്നതാണ് ഒളിമ്പിക്സിന്റെ എംബ്ലം എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യുക, ഒളിമ്പിക്സ് റിംഗ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഒളിമ്പിക്സ് റിംഗിൽ എത്ര റിങ്ങുകളാണുള്ളത്? 5 റിങ്ങുകളാണുള്ളത്. അതിന്റെ കളേഴ്സ് ബ്ലൂ, യെല്ലോ, ബ്ലാക്ക്, ഗ്രീൻ, റെഡ്. ഈ 5 കളേഴ്സ് 5 കോണ്ടിനെന്റിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് സൂചിപ്പിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇതിന്റെ ഓരോ കളർ റെപ്രസെന്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇതൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് പറയുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക. ഇനി ഒരു ഹോസ്റ്റ് കൺട്രീസ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. സമ്മർ ഒളിമ്പിക്സും വിന്റർ ഒളിമ്പിക്സും. ഒളിമ്പിക്സ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 4 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. പക്ഷേ ഈ സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞ്, സമ്മർ ഒളിമ്പിക്സ് ഇപ്പൊ 2024 നടന്നെന്ന് വിചാരിക്കാം. അടുത്ത സമ്മർ ഒളിമ്പിക്സ് എപ്പോഴായിരിക്കും നടക്കേണ്ടത്? 2028 നടക്കേണ്ടത്. പക്ഷേ ഇത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ എന്ത് നടക്കും? വിന്റർ ഒളിമ്പിക്സ് നടക്കും. അതായത് 2026 നെക്സ്റ്റ് എന്ത് നടക്കും? സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞ് വിന്റർ ഒളിമ്പിക്സ് നടക്കും. അങ്ങനെ 2 വർഷം കൂടുന്തോറും ഈ സമ്മർ ഒളിമ്പിക്സ് വിന്റർ ഒളിമ്പിക്സ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഇതെന്ത് ചെയ്തിരിക്കുന്നത്
നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓരോ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ സമ്മർ ഒളിമ്പിക്സ് 2024 നടന്നാൽ പിന്നെ എപ്പോഴേ നടക്കൂ? 2028 നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷെ ആ സമ്മർ ഒളിമ്പിക്സ് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോൾ എന്തായും? വിന്റർ ഒളിമ്പിക്സ് എന്ന പേരിൽ ഒളിമ്പിക്സ് എന്ത് ചെയ്യും? നടക്കും. ഇതിന്റെയൊക്കെ ഹോസ്റ്റ് കൺട്രീസ് ആണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഇനി നെക്സ്റ്റ് സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത് ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ്. US-ലെ ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്നത്. പക്ഷെ ഇനി നടക്കാൻ പോകുന്ന ഈ 2026 വിന്റർ ഒളിമ്പിക്സ് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. മിലാൻ ആൻഡ് കോർട്ടിന എന്ന് പറയുന്ന ഇറ്റലിയിലെ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മിലാൻ ആൻഡ് കോർട്ടിന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് 2026 എന്ത് നടക്കുന്നത്? വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞ് വെക്കാം. ഓക്കെ, അടുത്ത പാരാലിമ്പിക്സ് എന്ന് പറയുന്ന പാരാലിമ്പിക്സ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട്. അതായത് ഈ ഒരു സർ ലുഡ്വിഗ് ഗുഡ്മാൻ എന്ന് പറയുന്ന ആള് 1948 അതായത് വേൾഡ് വാർ സെക്കൻഡിന്റെ ടൈമിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടി, അവർക്ക് ഒരു സ്പൈനൽ ഇഞ്ചറി ഒക്കെ പറ്റിയ ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോർട്സ് ഇവന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാരാലിമ്പിക്സ് എന്ന് പറയുന്ന ഇത് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതായത് വേൾഡ് വാർ സെക്കൻഡിന്റെ ടൈമിൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഒരു ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ ഫസ്റ്റ് ഗെയിം നടന്നത് 1960 റോമിൽ വെച്ചിട്ടാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പാരാലിമ്പിക്സ് എന്ന് പറയുന്നത് ഒളിമ്പിക്സ് പോലെ തന്നെയാണ്. അതെന്ന് വെച്ചാൽ ഇഞ്ചേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സ്പോർട്സിൽ പ്രാതിനിധ്യം കൊണ്ടുവരാനായിട്ട് കൊണ്ടുവന്നതാണ് ഈ ഒരു പാരാലിമ്പിക്സ് എന്ന് പറയുന്നത്. ഇതെന്താ എന്തിനു വേണ്ടി കൊണ്ടുവന്നതെന്ന് പറഞ്ഞു? ആദ്യം നടന്നത് റോമിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ ഫോക്കസ് എന്താണ്? ഫോക്കസ് ഓൺ അത്ലറ്റിക് അച്ചീവ്മെന്റ്സ് റാദർ ദാൻ ഡിസബിലിറ്റി എന്നുള്ളതാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് മോട്ടോ എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് സെയിം ഏത് വെച്ചിട്ട് തന്നെയാണ്? ഹെൽഡ് ഇൻ സെയിം ഇയർ ആൻഡ് ഓഫൻ സെയിം ഹോസ്റ്റ് സിറ്റി ആസ് ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് നടക്കുന്ന സെയിം ഇയറിൽ സെയിം സിറ്റിയിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഏത് നടക്കുന്ന പാരാലിമ്പിക്സ് ഗെയിമും നടക്കുന്നത്. ഒളിമ്പിക്സും അതിൽ ഇന്ത്യക്ക് കിട്ടിയ മെഡൽസും എല്ലാം എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത്, ഇതൊരു ചെറിയ ക്ലാസ് ആണ്, ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാത്തത്? ഉൾപ്പെടുത്താത്തത്. ഓക്കെ, ക്ലിയർ. അടുത്ത തന്നെ കോമൺവെൽത്ത് ഗെയിംസ് ഉണ്ട്. കോമൺവെൽത്ത് ഗെയിം എന്ന് പറയുന്ന സെക്കൻഡ് ലാർജസ്റ്റ് സ്പോർട്സ് ഫെസ്റ്റിവൽ ആഫ്റ്റർ ഒളിമ്പിക്സ്. ഒളിമ്പിക്സ് കഴിഞ്ഞാൽ സെക്കൻഡ് ലാർജസ്റ്റ് സ്പോർട്സ് ഈവന്റ് ആണ് എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ് എന്ന് പറയുന്നത്. 4 വർഷം കൂടുന്തോറും തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റ് ഗെയിം നടന്നത് 1930 ഹാമിൽട്ടൺ എന്ന് പറയുന്ന കാനഡയിലെ സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ത് നടന്നത്? 1930 ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത് 1934 ലണ്ടൻ കോമൺവെൽത്ത് ഗെയിംസിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി ലേറ്റസ്റ്റ് കോമൺവെൽത്ത് ഗെയിം നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. അതാണ് ഞാൻ അതൊന്നും ആഡ് ചെയ്യാതെ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു എന്ത് ചെയ്യുന്നത് പോകുന്നു. ഏഷ്യൻ ആൻഡ് സൗത്ത് ഏഷ്യൻ ഗെയിംസിനെ പറ്റിയിട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് ഇതിൽ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ടത് എന്താണ്? നോക്കി വെക്കേണ്ടത് ഹോസ്റ്റ് കൺട്രീസ് ആണ് നോക്കി വെക്കേണ്ടത്. അതേ കണക്ക് തന്നെ കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ. കറണ്ട് സ്റ്റാറ്റസ് ഓഫ് ഇന്ത്യ ഇൻ ഈച്ച് ഈവന്റിലെയും എന്ത് ചെയ്യുക? ഇന്ത്യയുടെ കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? ഇന്ത്യക്ക് എത്ര സ്ഥാനമാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഏഷ്യൻ ഗെയിംസ് എന്ന് വെച്ചാൽ ഏഷ്യയിലെ കൺട്രികൾ ചേർന്ന് നടത്തുന്ന ഒരു ഈവന്റ് ആണ്. ഇത് ഫസ്റ്റ് ഹെൽഡ് ചെയ്തത് 1951 ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇതിന്റെ മോട്ടോയും ജസ്റ്റ് നോക്കുക. അടുത്ത ഇനി സൗത്ത് ഏഷ്യൻ ഗെയിംസ് ഉണ്ട്. ഇത് ആദ്യം നടന്നത് 1984 നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം നോക്കി വെക്കുക. കറണ്ട് സ്റ്റേറ്റസ് നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെക്കണം. ലേറ്റസ്റ്റ് നടന്നത് എവിടെയാണ്? നടന്നത് അതിൽ ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസുകൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഇന്ത്യയുടെ പൊസിഷൻ എന്ത് ചെയ്യുക? പൊസിഷൻ ആൻഡ് മെഡൽസ് നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര മെഡൽ കിട്ടി, ഓരോ മെഡലുകളും ഏതാണ് എന്നുള്ള കാര്യവും എന്ത് ചെയ്യാം? നോക്കി വെക്കുക. അത് കറണ്ട് അഫയേഴ്സിൽ പഠിക്കും. ഓക്കെ, ക്ലിയർ. അടുത്ത ഇനി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ഉണ്ട്. ഇത് നടത്തുന്ന ആരാണ്? ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലാണ് നടത്തുന്നത്. 4 വർഷം കൂടുന്തോറുമാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വേൾഡ് കപ്പ് നടന്നത്
എവിടെയാണ്? ഇംഗ്ലണ്ടിൽ 1975 നടന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അത് വേൾഡ് കപ്പിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. ടെസ്റ്റ് മാച്ച് കാണും, ODI ആണ്, T20 കാണും. T20 വേൾഡ് കപ്പ്, ODI കാണും, അതുപോലെ തന്നെ ടെസ്റ്റ് വേൾഡ് കപ്പ് കാണും. ഇത് എന്ത് ചെയ്യുക? ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേറ്റസ് ഇതിൻ്റെ അകത്തും എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ. അതിൻ്റെയൊക്കെ വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് വിൻ ചെയ്തത് ആരാണ്? ഓസ്ട്രേലിയ എന്ന് പറയുന്ന മൈറ്റി ഓസസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് വിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. അടുത്ത ഇനി ഫിഫ വേൾഡ് കപ്പ്. ഫിഫ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എത്ര വർഷം കൂടുന്തോറുമാണ് ഇത് നടക്കുന്നത്? 4 വർഷം കൂടുന്തോറുമാണ് നടക്കുന്നത്. റീസെന്റ് ഹോസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഇപ്പൊ ലേറ്റസ്റ്റ് 2022 നടന്നത്. ആരാണ്? അർജന്റീനയാണ് അതിൻ്റെ അകത്ത് എന്ത് ചെയ്തിരിക്കുന്നത്? വിജയിച്ചിരിക്കുന്നത്. അത് എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കാം. ഇനി 4 വർഷം കഴിഞ്ഞ് 2026 എവിടെ വെച്ച് നടക്കുന്നുണ്ട്? 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്? നടക്കുന്നത്. എവിടെയൊക്കെയാണ്? കാനഡ, മെക്സിക്കോ ആൻഡ് US സ്റ്റേറ്റ്സിൽ വെച്ചിട്ടാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വെച്ചിട്ടാണ് ഇതെന്ത് ചെയ്തിരിക്കുന്നത്? നടക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് നോക്കി വെക്കുക. ഇവിടെയും നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ഖത്തർ വേൾഡ് കപ്പ് എന്ത് ചെയ്തിരിക്കുകയാണ്? കഴിഞ്ഞിരിക്കുകയാണ്. അതിലെ വിജയ് ഞാൻ പറഞ്ഞായിരുന്നു, അർജന്റീനയാണ് ജയിച്ചത്. അത് അതിലെ റണ്ണറപ്പ് നോക്കുക, ആരെ തോൽപ്പിച്ചാണ് ഇത് ജയിച്ചിരിക്കുന്നതെന്ന് നോക്കുക. ആ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഗോൾഡൻ ബൂട്ട് ആർക്ക് കിട്ടി, ഗോൾഡൻ ഗ്ലൗ ആർക്ക് കിട്ടി എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അത് കറണ്ട് അഫയേഴ്സിൽ പഠിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തതിന് ഹോക്കി വേൾഡ് കപ്പ് ആണ്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് കൊണ്ടുവന്നിരിക്കുന്നത് 1971 കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ. അടുത്തതിന് ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ഉണ്ട്. ഗ്രാൻഡ് സ്ലാം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മേജറായിട്ട് ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കുക. 4 ഗ്രാൻഡ് സ്ലാം ആണ് വരുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US ഓപ്പൺ എന്നിങ്ങനെ 4 ഗ്രാൻഡ് സ്ലാം ആണ് വരുന്നത്. ഇത് പഠിച്ചു വെക്കുമ്പോൾ ഇതിലും നമുക്ക് പഠിക്കാനുള്ളത് മേജറായിട്ട് ഈ കറണ്ട് ഇയറിൽ ഇതിൻ്റെ അകത്തുള്ള ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, US എങ്ങനെ 4 രീതിയിലുള്ള 4 ടൈപ്പ് ഗ്രാൻഡ് സ്ലാമിൽ ഓരോന്നിലും മെൻസ് വിഭാഗത്തിൽ ആര് ജയിച്ചു, വുമൻസ് വിഭാഗത്തിൽ ആര് ജയിച്ചു, മെൻസ് ഡബിൾസിൽ ആര് ജയിച്ചു, അതുപോലെ തന്നെ വിമൻസ് ഡബിൾസിൽ ആര് ജയിച്ചു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യാം? പഠിച്ച് വെക്കുക. അതേകണക്ക് തന്നെ മിക്സഡ് ഡബിൾസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ട്. മിക്സഡ് ഡബിൾസിൽ ആര് ജയിച്ചു എന്നുള്ള കാര്യം നോക്കി വെക്കുക. ഓരോ വർഷവും ഇത് നടക്കുന്നുണ്ട്. ഓരോ വർഷത്തെയും കേസുകൾ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വെക്കുക. അതേ കണക്ക് തന്നെ ഇത് ഏത് രാജ്യക്കാർക്കാണ് കിട്ടിയത്. ഇപ്പം ജാക്ക് സിന്നർ പോലുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇവർക്ക് ഏത് രാജ്യക്കാരാണ് എന്നുള്ള കാര്യവും എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളതാണ്. ഇതാണ് നിങ്ങൾക്ക് സ്റ്റാറ്റിക് ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നത്. അതായത് സ്പോർട്സ് ഈവന്റിന്റെ ട്രോഫികൾ. ഇത് ഏത് ട്രോഫി അല്ലെങ്കിൽ ആഷസ് കപ്പ് ഏത് ഈവന്റുമായിട്ട് ഏത് സ്പോർട്സ് ഈവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ സ്റ്റാറ്റിക് ഏരിയ എന്ന് ചോദ്യം വരുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അമേരിക്കൻ കപ്പ് എന്ന് പറയുന്നത് യാച്ച് റൈസിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പായ്ക്കപ്പൽ ഓട്ടം ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ആഷസ് കപ്പ് ക്രിക്കറ്റുമായിട്ട് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓസ്ട്രേലിയൻ ഓപ്പൺ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഗ്രാൻഡ് സ്ലാം, അതിലെ 4 എണ്ണവും ഏതായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അസ്ലാൻ ഷാ കപ്പ് ഉണ്ട്, അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബ്രിട്ടീഷ് ഓപ്പൺ അത് പഠിച്ചു വയ്ക്കുക, ഗോൾഫുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കൊളംബോ കപ്പ് ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട്. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണ് ഡേവിസ് കപ്പ് ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്രഞ്ച് ഓപ്പൺസ് നമ്മൾ പഠിച്ചായിരുന്നു. ഏതാണ്? ടെന്നീസ്, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾട്ടൺ, ഇതെല്ലാം ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതും പഠിക്കുക. ഹോപ്പ്മാൻ കപ്പും ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുമ്പോഴത്തേക്ക് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാന കപ്പുകൾ എന്ത് ചെയ്യുക? ഒത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ നോക്കുക. അടുത്ത കിങ്സ് കപ്പ് റേസ് എന്തുമായിട്ട്? എയർ റേസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത മലേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ. മാസ്റ്റർ ചാമ്പ്യൻ ട്രോഫി ഹോക്കി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. മർഡേക്ക കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
ടാറ്റ ഓപ്പൺ ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഊബർ കപ്പ് അതും ഏതാണ്? വേൾഡ് ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. US മാസ്റ്റേഴ്സ് ഇത് പഠിച്ചു വെക്കുക. US മാസ്റ്റേഴ്സ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഫ്. അതേ കണക്ക് തന്നെ US ഓപ്പൺ നേരത്തെ പറഞ്ഞു ടെന്നീസ് ആണ്. അത് തന്നെ തോമസ് കപ്പ് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ്. തോമസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റനുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇത് കൂടെ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി പഠിക്കുക. വിംബിൾട്ടൺ പറഞ്ഞുതരാം. ഓക്കെ, അടുത്ത ആഗാ ഖാൻ കപ്പ് ഇമ്പോർട്ടന്റ്. ആഗാ ഖാൻ കപ്പ് എന്തുമായിട്ടാണ്? ഹോക്കിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത നിബാമ ബെല്ലാക് കപ്പ് ടേബിൾ ടെന്നീസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടേബിൾ ടെന്നീസ്. ബെയിങ്ടൺ കപ്പ് ഹോക്കി. എന്താണ് ബെയിങ്ടൺ കപ്പ് എന്ന് പറയുന്നത്? ഹോക്കിയുമായിട്ടാണ്. ബോംബെ ഗോൾഡ് കപ്പ്, ബോംബെ ഗോൾഡ് കപ്പ് ഹോക്കി. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഹോക്കി. ബർദ്വാൻ കപ്പ്, ബർദ്വാൻ കപ്പ് വെയിറ്റ് ലിഫ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബർദ്വാൻ കപ്പ് അത് പഠിച്ചു വയ്ക്കണേ, ബർദ്വാൻ കപ്പ്. അടുത്ത ഇനി DCM ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പഠിച്ചു വയ്ക്കുക. ധ്യാൻചന്ദ് ട്രോഫി, ധ്യാൻചന്ദ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മേജർ ധ്യാൻചന്ദ് കേട്ടിട്ടില്ലേ? ഹോക്കി മാസ്റ്റർ ആണല്ലേ, അപ്പോഴേ അത് ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പഠിച്ചു വയ്ക്കുക. ഡോക്ടർ BC റോയി ട്രോഫി, ഡോക്ടർ BC റോയി ഏതാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഇമ്പോർട്ടന്റ് ആണ്, ദുലീപ് ട്രോഫി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ഇതും പഠിച്ചു വയ്ക്കണേ. ഡ്യൂറന്റ് കപ്പ്, ഡ്യൂറന്റ് കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോള്. അത് പഠിച്ചു വയ്ക്കാം. അടുത്ത എസ്ര കപ്പ് പോളോ, ഇമ്പോർട്ടന്റ്, പഠിച്ചു വയ്ക്കാം. എസ്ര കപ്പ് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പോളോയാണ്, പോളോമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് IFA ഷീൽഡ് കപ്പ് അത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അത് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ലേഡി രത്തൻ ടാറ്റ ട്രോഫി ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ഇനി മൊയിനുദ്ദുള്ള ഗോൾഡ് കപ്പ് ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രംഗസ്വാമി കപ്പ് ഹോക്കി. രഞ്ജിത്ത് ട്രോഫി ഇമ്പോർട്ടന്റ്, പഠിച്ചു വയ്ക്കുക. രഞ്ജിത്ത് ട്രോഫിയൊക്കെ എപ്പോഴും നിങ്ങൾ വാർത്തയിലൊക്കെ കേൾക്കുന്നതായിരിക്കും, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സന്തോഷ് ട്രോഫി അതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കുക. എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായിട്ടും സന്തോഷ് ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഗോൾഡ് കപ്പ് ഹോക്കി. അത് കണക്ക് തന്നെ സുബ്രോട്ടോ മുഖർജി കപ്പ് ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത വെല്ലിംഗ്ടൺ ട്രോഫി റോയിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മേജറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കി വെക്കാൻ ശ്രമിക്കുക. ഒരു തവണയെങ്കിലും എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അടുത്തത് ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് അടുത്ത നോക്കേണ്ട ഒരു ഏരിയ ആണ് നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ സ്പോർട്സ്. മേജർ ആയിട്ടുള്ള സ്പോർട്സും അതിൽ ഒരു ടീമിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്, നമ്പർ ഓഫ് പ്ലേയേഴ്സ് ആണ് നോക്കേണ്ടത്. പെർ സൈഡ് ആണ്, ഒരു സൈഡിലുള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ചെസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ, ചെസ് അതിൻ്റെ അകത്തുള്ള മേജർ ആയിട്ടുള്ള ആൾക്കാരെ ഇപ്പം വിശ്വനാഥ് ആനന്ദും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറെ ആൾക്കാരുണ്ടല്ലേ, നിങ്ങൾ കേട്ടിട്ടുള്ള ഇപ്പം കൊനേരു ഹംപി അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചെസ്സിൽ ഒരാളാണ് വരുന്നത്. ബാഡ്മിന്റൺ, ടേബിൾ ടെന്നീസ് അതുമായിട്ട് ബന്ധപ്പെട്ട് അതേ കണക്ക് ടെന്നീസ്, ഇവരിലൊക്കെ 1 or 2 പേരാണ് വരുന്നത്. അതിൽ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, അതിൻ്റെ അകത്ത് മെന്ന് വരാം, വുമൺ വരാം, മെൻസ് ഡബിൾസ് വരാം, വുമൻസ് ഡബിൾസ് വരാം, മിക്സഡ് ഡബിൾസ് വരാം. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഗെയിംസ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പോളോയിൽ 4 പേരാണ് ഉള്ളത്. ഇത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ബൈഹാർട്ട് ചെയ്യാൻ നോക്കണേ. ബാസ്കറ്റ് ബോളിൽ 5 പേരാണ് ഉള്ളത്, വോളിബോളിൽ 6 പേര്, കബഡിയിലും വാട്ടർ പോളോയിൽ 4 പേരാണ്. പക്ഷെ വാട്ടർ പോളോയിലേക്ക് വരുമ്പോൾ അത് എത്ര പേരാവും, 7 പേരാവും. കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരാണ്. ബാസ്കറ്റ് ബോളിൽ എത്ര പേരാണ്, 9 പേരാണ് ഉള്ളത്. ബാസ്കറ്റ് ബോളിൽ 9 പേരാണ് ഉള്ളത്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഇത് 3 ഒത്തു പഠിക്കാവുന്ന ഗെയിമാണ്. ഈ 3 ഗെയിമിലും 11 പേരാണ് ഉള്ളത്. 11 പേരാണ് ഉള്ളത്. അടുത്തതിന് റഗ്ബിയിൽ എത്ര പേരാണുള്ളത്, റഗ്ബിയിൽ 15 പേരാണ് ഉള്ളത്. റഗ്ബിയിൽ എത്ര പേരാണുള്ളത്, 15 പേരാണുള്ളത്. ഇതെന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, ഇതിൽ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കുക. ഇപ്പം 3 എണ്ണം
ഒരുപോലെ വരുന്നുണ്ട്. ഇപ്പം ബാഡ്മിന്റൺ, ടെന്നീസ്, ടേബിൾ ടെന്നീസിൽ 2 പേരാണ്. കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരാണ്. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയുടെ അകത്ത് എത്ര പേരാണുള്ളത്? കബഡിയിലും വാട്ടർ പോളോയിലും 7 പേരും, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കിയിൽ 11 പേരുമാണ് ഉള്ളത്. ഇതെന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഒരു ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടേമുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ടെർമിനോളജീസ് ഉണ്ട്. അതെന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് നോക്കി വെക്കുന്നത് ചിലപ്പം ചോദിക്കാം, ഈ പിക്ചർ എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഏത് സ്പോർട്സ് ഈവന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. അതെന്ത് ചെയ്താൽ കിട്ടും? അപ്പർ കട്ട് അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അങ്ങനെ രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? ചോദിക്കാം. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വയ്ക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ബാഡ്മിന്റന്റെ അകത്താണ് ഡ്യൂസ്, ഡബിള്, ഡ്രോപ്പ്, അതേ കണക്ക് തന്നെ ഫോൾട്ട്, ഗെയിം. ഞാൻ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ആ കണക്ക് തന്നെ ലെറ്റ്, ഈ റൗണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഈ ഡ്യൂസ് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഡ്യൂസ്, ഫോൾട്ട്, ലെറ്റ്, ലവ് സ്മാഷ് ഒക്കെ ബാഡ്മിന്റൺ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതാണ്. ഈ ലവ് സ്മാഷ് ഒക്കെ ചില ഗെയിമുകളിൽ കോമൺ ആയിട്ട് വരുന്നതാണ്. ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന റൗണ്ട് ചെയ്തിരിക്കുന്നത് പഠിച്ചു വയ്ക്കാം. അടുത്ത ബാസ്കറ്റ് ബോളില് ഈ ബണ്ട്, ഡയമണ്ട്, ഹോം, ഔട്ട്, പുട്ട് ഔട്ട്, സ്ട്രൈക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ റൗണ്ട് ഇട്ടിരിക്കുന്നത് ബണ്ട്, ഡയമണ്ട്, ഹോം, പിച്ചർ, പുട്ട് ഔട്ട് ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാസ്കറ്റ് ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ബില്യാർഡ്സ് എന്ന് പറയുന്ന ഗെയിമുണ്ട്. ബില്യാർഡ്സ് എന്ന് പറയുന്ന ഗെയിമിന്റെ അകത്ത് ബ്രേക്ക്, അത് കണക്ക് തന്നെ ക്യാനോൺസ്, ക്യൂ, ഇമ്പോർട്ടൻറ്റ് ക്യൂ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ബില്യാർഡ്സ് ആണ് എന്നുള്ള കാര്യം ബില്യാർഡ്സ് എന്ന് പറയുന്ന ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതേ കണക്ക് തന്നെ ഇൻ ഓഫ്, ജിഗർ, അതേ കണക്ക് തന്നെ സ്ക്രാച്ച് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ബില്യാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബോട്ട് റേസിന്റെ അകത്ത് കോക്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. കോക്സ്, ബില്യാർഡ്സ്, ബോട്ട് റേസിന്റെ അകത്ത് ഏത് മാത്രം പഠിച്ചു വെച്ചാൽ മതി? ഒരു കോക്സ് എന്ന് പറയുന്ന മാത്രം പഠിച്ചു വെച്ചാൽ. ഓക്കെ, ക്ലിയർ. അടുത്തന്നെ ബോക്സിങ്ങിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഈ അപ്പർ കട്ട്, പഞ്ച്, നോക്കൗട്ട്, ജാബ്, ഹൂക്ക് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഈ ഹൂക്കും ജാബൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് സംശയം വരുന്ന, ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, അടുത്ത എന്താണ്? ബ്രിഡ്ജ്. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ബ്രിഡ്ജ് എന്ന് പറയുന്ന ഗെയിമാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ മെയിനായിട്ട് നോക്കി വെക്കേണ്ടത് ഡയമണ്ട്സ് നേരത്തെയും വന്നായിരുന്നു. അതെന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഈ കാർഡ് ഗെയിമാണ്, ഒരു സൈസ് കാർഡ് ഗെയിമാണ്. അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ ഡമ്മി, ഗ്രാൻഡ് സ്ലാം, അതാണ് ലിറ്റിൽ സ്ലാം. ഇപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ചോദിക്കാം, ഗ്രാൻഡ് സ്ലാമും ലിറ്റിൽ സ്ലാമും ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ബ്രിഡ്ജ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക. റിവോക്ക്, റഫ്, അതൊക്കെ തന്നെ ട്രിക്സ്, ട്രംപ് ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ഈ ഒരു ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു കാർഡ് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഈ വാക്ക് പഠിച്ചു വയ്ക്കുക, ഇത് നിങ്ങൾ കേട്ട് കാണത്തില്ല. ഗ്യാംബിറ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ചെക്ക്മേറ്റ്, സ്റ്റെയിൽമേറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഗ്യാംബിറ്റ് കേട്ട് കാണത്തില്ല, അത് പഠിച്ചു വെക്കുക. അത് ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക ഇത് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ബൗളിങ്, ബൗൺസർ, ആണക്കന്നെ ക്രീസ് ഉണ്ട്, ആണക്കന്നെ കവർ പോയിന്റ്, ഡ്രൈവ്, ഡക്ക്, ഫോളോ ഓൺ, ആണക്കന്നെ ഗൂഗ്ലി, അതുപോലെ തന്നെ ഗള്ളി ഇതൊക്കെ പഠിച്ചു വെക്കണേ. ഈ കേൾക്കാത്ത വാക്കുകൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഗൂഗ്ലി, ആണക്കന്നെ ഗള്ളി, ഹാർഡ് ട്രിക്ക്, ആണക്കന്നെ ഹിറ്റ് വിക്കറ്റ്, LBW, ലെഗ് ബിഫോർ വിക്കറ്റ് എന്നൊക്കെ കേട്ട് കാണും. ലെഗ് ബ്രേക്ക്, ലെഗ് സ്പിന്നർ, അതുപോലെ തന്നെ ലെഗ് ബൈ, മെയ്ഡൻ ഓവർ, നോ ബോള്, പിച്ച്, റണ്ണ്, സില്ലി പോയിന്റ്, സ്റ്റംപ്ഡ്, വിക്കറ്റ് കീപ്പർ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഈ കേൾക്കാത്ത 2 വാക്കുകൾ മെയിൻ ആയിട്ട് നോക്കി വെക്കുക. അടുത്ത ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക വാക്കുകളും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഈ ഡ്രിബിൾ ചെയ്യുക, ഡ്രോപ്പ് കിക്ക് ചെയ്യുക, ഫൗൾ ചെയ്യുക, ഹാർഡ് ട്രിക്ക് കിട്ടുക. ഹാർഡ് ട്രിക്ക് ഏതിലും കാണും, ക്രിക്കറ്റിലും കാണപ്പെടുന്നതാണ്. അത് പഠിച്ചു വയ്ക്കുക. ഓഫ് സൈഡ്, പെനാൽറ്റി, ത്രോ ഇൻ, ടച്ച് ഡൗൺ ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും. ഫുട്ബോളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. അടുത്ത ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ്. ഇത് ഒട്ടുമിക്ക വാക്കുകളും കേട്ട് കാണത്തില്ല. ഇതെല്ലാം എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ബോഗി, ക്യാൻഡി ആണ്, ഹോള്, ലിങ്സ്, പുട്ടിങ് ദി ഗ്രീൻ, ആണക്കന്നെ സ്റ്റൈമി, ടീ ഇതൊക്കെ എന്ത് ചെയ്യുക? പഠിച്ച് വെക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക. ഈ വേർഡ്സ് ഒന്നും നിങ്ങൾ കേട്ട് കാണത്തില്ല. ഗോൾഫ് നമുക്ക് അത്ര പരിചയമുള്ള ഗെയിം അല്ല അല്ലേ? ഇവിടെ എന്ത് ചെയ്യുക?
ഈ വാക്കുകളൊക്കെ എന്ത് ചെയ്യുക, മേജറായിട്ട് നോക്കി വെക്കുക. ബാക്കി ഇപ്പൊ ക്രിക്കറ്റും ഫുട്ബോളും അതുപോലെ തന്നെ ബാഡ്മിന്റണിലൊക്കെ കുറെ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും നിങ്ങൾ എന്ത് ചെയ്ത് കാണത്തില്ല, കേട്ട് കാണത്തില്ല. ഓക്കെ, അതാണ് തന്നെ ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാള്, ക്യാരി, സെന്റർ ഫോർവേഡ്, ക്യാരീഡ്, ഡ്രിബിള്, ഗോള്, ഹാർഡ് ട്രിക്ക്, പെനാൽറ്റി, കോർണർ, സ്കൂപ്പ്, ഷോർട്ട് കോർണർ, സ്റ്റിക്സ്, അതൊക്കെ തന്നെ സ്ട്രൈക്കിംഗ് സർക്കിള്, അണ്ടർ കട്ടിങ്, ഇതൊക്കെ എന്ത് ചെയ്യാണ്, ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അടുത്തന്നെ ഹോഴ്സ് റൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ജോക്കി, അതുപോലെ തന്നെ പ്ലേസ്, പ്രൊട്ടസ്റ്റ്, പണ്ടർ. പണ്ടർ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പണ്ടർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഹോഴ്സ് റൈസിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടത് ബാക്ക് ഹാൻഡ് ഡ്രൈവ്, സർവീസ്, സ്മാഷ്, വോളി, ഡ്യൂസ്. ഡ്യൂസ് കണ്ടോ, ഇവിടെയും വന്നിട്ടുണ്ട്, നോക്കി വെക്കുക. ഗെയിം, സെറ്റ്, ലവ്, ഇതൊക്കെ എന്ത് ചെയ്യണം, എപ്പോഴും വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബാക്ക് ഹാൻഡ് ഡ്രൈവ് എന്ത് ചെയ്യുക, പഠിച്ച് വെക്കുക. ഓക്കെ, അടുത്ത പോളോയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ബണ്ടർ. നേരത്തെ പണ്ടർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഹോഴ്സ് റൈഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ബണ്ടർ, ചക്കർ, അത് കണക്ക് തന്നെ മാലറ്റ്, ഇത് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. പോളോയുമായി ബന്ധപ്പെട്ട 3 വേർഡുകൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. ബണ്ടർ, ചക്കർ, അതുപോലെ തന്നെ മല്ലറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. അടുത്ത റൈഫിൾ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒറ്റ വാക്കേ ഉള്ള ബുൾസൈ, പഠിച്ചു വയ്ക്കുക. റൈഫിൾ ഷൂട്ടിംഗ്. റഗ്ബിയുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണ് ഡ്രോപ്പ് കിക്കും സ്ക്രീനും. അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന്റെ അകത്ത് സ്ട്രോക്ക്. വോളിബോളിന്റെ അകത്ത് ഇത് പഠിച്ചു വയ്ക്കുക. എന്തൊക്കെയാണ്, ബൂസ്റ്റർ, ഡ്യൂസ്, ലവ്, സർവീസ്, എന്താണ് സ്പൈക്കേഴ്സ്, ഇതൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, വോളിബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹാഫ് നെൽസണും അതാണ് തന്നെ ഹേവിയും. എന്ത് ചെയ്യുക, ഹേവിയും ഏത് കണക്ക് തന്നെ ഹാഫ് നെൽസണും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, റെസ്ലിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഹീവെന്ന് വായിക്കാം, അതിനെ ഹീവെന്നും വായിക്കാം. ഓക്കെ, ക്ലിയർ. ഇനി മേജർ ആയിട്ടുള്ള പേഴ്സൺസും അവരുടെ ബുക്സുമാണ്. ഇത് കൂടുതലും ഇന്ത്യക്കാരായിട്ടുള്ള പ്ലേയേഴ്സിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ളതും നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ ഈ മേജർ ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ ടെണ്ടുൽക്കറിനെ പറ്റി ഞാൻ കൂടുതലൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. ആരാണ്, ഒരു ക്രിക്കറ്ററാണ്. എന്താണ് ക്രിക്കറ്റിന്റെ ഇതിഹാസം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളാണ്. ആരെന്ന് പറയുന്നത്, സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന് പറയുന്നു. ചേസ് യുവർ ഡ്രീംസ് എന്ന് പറയുന്നതും ആരുടെ ബുക്കാണ്, സച്ചിൻ ടെണ്ടുൽക്കറുടെ ബുക്കാണ്. ഇത് എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൻ ആയിട്ട് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത കപിൽ ദേവ് ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ ആണ് സ്ട്രേറ്റ് ഫ്രം ദി ഹേർട്ട് എന്ന് പറയുന്നത്. ആണ് ക്രിക്കറ്റ് മൈ സ്റ്റൈല്, വി ദ സിക്സ്, അതുപോലെ തന്നെ ബൈ ഗോഡ്സ് ഡിക്രീ എന്ന് പറയുന്നത് ആരുടെ ബുക്സ് ആണ്, കപിൽ ദേവിന്റെ ബുക്കുകളാണ്. അടുത്ത തന്നെ സുനിൽ ഗവാസ്കറിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ക്രിക്കറ്ററാണ്, മെയിൻ ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് ഐഡൽ, അതുപോലെ തന്നെ സണ്ണി ഡേയ്സ്, സ്ട്രെയിറ്റ് ഡ്രൈവ്. ഇതൊക്കെ ആരുടെയാണ്, സുനിൽ ഗവാസ്കർ ആണ്. അദ്ദേഹം ആരാണൊരു ക്രിക്കറ്ററാണ്. അടുത്ത തന്നെ അലൻ ബോർഡർ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്ററാണ്. ഈ ഒരു അലൻ ബോർഡർ എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ്, ഓസ്ട്രേലിയൻ ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ബുക്കാണ് ബിയോണ്ട് 10,000 എന്ന് പറയുന്നത്. ബിയോണ്ട് 10,000 അലൻ ബോർഡർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്ററുടേതാണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കും. ഓക്കെ, അടുത്ത പി ടി ഉഷയുടെ പ്രധാനപ്പെട്ട ബുക്കാണ്, അത്ലറ്റ് ആണ് പി ടി ഉഷ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഗോൾഡൻ ഗേൾ എന്ന് പറയുന്നത്. പയോളി എക്സ്പ്രസ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായി. അദ്ദേഹത്തിന്റെ ബുക്കാണ് അത് ഗോൾഡൻ ഗേൾസ് എന്ന് പറയുന്നത്. അടുത്ത മേജർ ധ്യാൻചന്ദ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ടെന്നീസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഗോൾ എന്ന് പറയുന്നത്. ആരുടെ ബുക്കാണ്, മേജർ ധ്യാൻചന്ദിന്റെ ബുക്കാണ്. അടുത്ത ഇനി ജാവേദ് മിയാൻഡാഡ് എന്ന് പറയുന്ന ആളുണ്ട്. അദ്ദേഹം എന്താണ്, പ്രധാനപ്പെട്ട ഒരു പാകിസ്ഥാനി കോച്ചാണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് ദ കട്ടിംഗ് എഡ്ജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ. അടുത്ത വിശ്വനാഥൻ ആനന്ദിന്റെ ബുക്കാണ്. അദ്ദേഹം ആരാണ്, ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആണല്ലേ. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ ബെസ്റ്റ് ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്നത്. മൈ ബെസ്റ്റ് ഗെയിം ഓഫ് ചെസ് എന്ന് പറയുന്നത് ആരുടെ ബുക്കാണ്, വിശ്വനാഥൻ ആനന്ദിന്റെ ആണ്. അദ്ദേഹം ആരാണ്, ഗ്രാൻഡ് മാസ്റ്റർ ഓഫ് ചെസ് ആണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കും.
അടുത്ത യുവരാജ് സിംഗും ക്രിക്കറ്ററാണ്. ദ ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് ആണ് അദ്ദേഹത്തിന്റെ ബുക്ക്. അഭിനവ് ബിദ്രയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എ ഷോട്ട് അറ്റ് ഹിസ്റ്ററി. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. അദ്ദേഹം ആരാണ്? ഒരു ഷൂട്ടറാണ്. അദ്ദേഹം ഒരു ഷൂട്ടറാണ് എന്നുള്ള കാര്യം പഠിച്ച് വെക്കുക. അപ്പോൾ അഭിനവ് ബിദ്രയുടെ ബുക്കിന്റെ പേരാണ് എന്താണ്? ദ ഷോട്ട് അറ്റ് ഹിസ്റ്ററി എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഇനി അലൻ ഡൊണാൾഡ് എന്ന് പറയുന്നത് എന്താണ്? പഴയ ഒരു ക്രിക്കറ്ററാണ്. അദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്ററാണ്. അദ്ദേഹത്തിന്റെ പ്രധാന ബുക്കാണ് വൈറ്റ് ലൈറ്റ്നിങ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കി. എം എസ് ധോണിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എം എസ് ധോണിയുടെ പ്രധാനപ്പെട്ട ബുക്കാണ് എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അൺടോൾഡ് സ്റ്റോറിയാണ്, പഠിച്ചു വെക്കണേ. എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബുക്കാണ്. അദ്ദേഹത്തിന്റെ പേര് സിനിമ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്ത മേരി കോം വെയിറ്റ് ലിഫ്റ്റർ ആണ്. എന്താണ് മേരി കോം ആരാണ്? വെയിറ്റ് ലിഫ്റ്റർ ആണോ? അല്ല. ആരാണ് മേരി കോം? ആരാണ്? ഒരു ബോക്സർ ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? എന്താണ്? അദ്ദേഹം ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മെഡല് നേടിയിട്ടുണ്ട്. ഒളിമ്പിക് ബോക്സർ ആണ് ആരെന്ന് പറയുന്നത്? മേരി കോം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെയാണ് അൺബ്രേക്കബിൾ എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ മിൽഖ സിംഗിന്റെ ആണ് ദ റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന അത്ലറ്റ് ആണ് മിൽഖ സിംഗ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ റേസ് ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. അടുത്ത ഇനി സുനിൽ ഗവാസ്കർ നമ്മൾ പറഞ്ഞായിരുന്നു. അത് ഇനി എന്ത് ചെയ്യണ്ട, നോക്കണ്ട, നമ്മൾ പറഞ്ഞ കാര്യമാണ്. നോക്കേണ്ട ആവശ്യമില്ല. അടുത്ത ഇനി അനിൽ കുംബ്ലെയും ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്ററാണ്. വൈഡ് ആംഗിൾ കാൻഡിഡ് മൂവ്മെന്റ് ഫ്രം മൈ പ്ലേയിങ് ഡേയ്സ്. അതാണ് അദ്ദേഹത്തിന്റെ ബുക്ക് എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ വിശ്വനാഥ് ആനന്ദും എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ദ ബെസ്റ്റ് ഗെയിം ഓഫ് ചെസ് എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. അതേ കണക്ക് തന്നെ മൈൻഡ് മാസ്റ്റർ വിന്നിങ് ലെസൺസ് ഫ്രം എ ചാമ്പ്യൻസ് ലൈഫ്. അതും അദ്ദേഹത്തിന്റെ ബുക്കാണ്. അതൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. അഭിനവ് ബിദ്രയുടെയും വേറെ ബുക്കിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ആരാണൊരു ഷൂട്ടറാണ്. ഇവരുടെയൊക്കെ മേജർ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യും? ചോദിക്കും. അതെന്ത് ചെയ്യുക? കറണ്ട് അഫേഴ്സ് ക്ലാസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മെയിൻ ആയിട്ട് നോക്കി വെക്കുക. ഓക്കെ, ക്ലിയർ? ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിയത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കൂടുതലും പഠിക്കാനുള്ളത് ഈ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വരാം. ഇപ്പം സച്ചിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ വിരാട് കോഹ്ലി, അതുപോലെ തന്നെ എം എസ് ധോണി പോലുള്ള ക്രിക്കറ്റേഴ്സിനെ പറ്റിയിട്ടും അത് കണക്ക് തന്നെ ചെസ് റിലേറ്റഡ് ആയിട്ട് കറണ്ട് അഫേഴ്സിൽ എന്ത് ചെയ്യാം? ചോദിക്കാം. വേൾഡ് ചാമ്പ്യൻ ആര്? ഈ വർഷം വുമൺ വേൾഡ് ചാമ്പ്യൻ ആരായിട്ടുണ്ട്? ഒരു ഇന്ത്യക്കാരി ആയിട്ടുണ്ടല്ലേ? അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് പഠിക്കണം. ക്ലിയർ ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കേണ്ടത് കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമാണോ? അല്ല, നിങ്ങളുടെ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഏരിയയിൽ ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക? പഠിക്കാൻ നോക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. നമുക്ക് ഈ ഒരു സ്പോർട്സ് എന്ന് പറയുന്ന ഏരിയ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പൂർണ്ണമായിട്ട് ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏരിയകളാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നോക്കിയത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ കറണ്ട് അഫേഴ്സിൽ പഠിക്കും. നിങ്ങൾക്ക് മേജർ ആയിട്ടും കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഈ ഒരു ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മെജോറിറ്റി എന്ത് ചെയ്യുന്നത്? വരുന്നത്. അതേ കണക്ക് തന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോഴത്തേക്ക് മേജർ ആയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഇപ്പം ബാലൻഡിയോർ പുരസ്കാരം എന്ത് ചെയ്യും? കൊടുക്കും. ബാലൻഡിയോർ ഏറ്റവും കൂടുതൽ കിട്ടിയത് ആർക്ക്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോക്കി വയ്ക്കുക. അതാണ് തന്നെ അർജുന അവാർഡ്സ് കൊടുക്കും. അർജുന അവാർഡ്സ് ആരൊക്കെയാണ് കിട്ടിയത്? അവരുടെ ഈവന്റ് ഏതാണെന്ന് എന്ത് ചെയ്യുക? അവർ ഏത് മേഖലയുമായിട്ട്, ഏത് സ്പോർട്സ് ഈവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക. ഇതൊക്കെയാണ് മേജറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. അതേ കണക്ക് തന്നെ ഇപ്പം ഒരാളുടെ റെക്കോർഡ് പൊട്ടിച്ച് പുതിയ റെക്കോർഡുകൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. രോഹിത്, അതുപോലെ തന്നെ വിരാട് കോഹ്ലി പോലുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ത് ചെയ്യും? പുതിയ റെക്കോർഡുകൾ ഇടും. ആ റെക്കോർഡുകൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
കറണ്ട് അഫയേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ സ്പോർട്സുമായിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അത് എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം റൊണാൾഡോ പോലെയുള്ള ഫുട്ബോളേഴ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, റൊണാൾഡോയ്ക്കൊക്കെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ എത്ര 900 ഗോളുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ആയിക്കൊണ്ട് കരിയർ ഗോളുകൾ അദ്ദേഹത്തിന് എത്ര എണ്ണം ഉണ്ട്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 അന്താരാഷ്ട്ര ഗോളിൽ പുറത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കരിയറിൽ അദ്ദേഹം 900 ഗോളുകളോളം എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 900 എന്നുള്ളത് ഇങ്ങനെ ഓരോ ദിവസം ഗോളുകൾ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കരിയറിൽ ഗോളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഒരു ദിവസം റെക്കോർഡ് ഉണ്ടായിരിക്കുന്ന ആളായിരിക്കത്തില്ല അടുത്ത ദിവസം റെക്കോർഡ് വരുന്നത്. അതെന്ത് ചെയ്യുക, കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ അകത്ത് ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു.